ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ നല്ല കുറുകിയ ചാറോട് കൂടി ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. കപ്പ വേവിച്ചതിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. എന്നാൽ വായോ കാണിച്ചു തരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനായിട്ട് സവോള 6 എണ്ണവും കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫിന് ആവശ്യമുള്ള സവോളയും കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാവേ. ആദ്യം കൊച്ചുള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള നല്ല നീളത്തിൽ കനം കുറച്ച് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്കിട്ട് വഴറ്റിയെടുക്കാവേ. കുക്കർ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം കൊച്ചുള്ളി ഇട്ട് കൊടുക്കും. കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞ് അതൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് സവോള ഇട്ട് കൊടുക്കുന്നത്. സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് വഴറ്റിയെടുക്കാൻ പറ്റുമേ. പിന്നെ ഈ കറിയുടെ ഒരു പ്രധാന ഇതെന്ന് വെച്ചാൽ ഈ സവോള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിൽ നല്ലപോലെ വഴന്ന് അലുത്ത് വന്നെങ്കിൽ മാത്രമേ ഈ കറിക്ക് നല്ല കുറുക്കവും നല്ലൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ. നമ്മൾ വഴറ്റുന്നതിലെ കാര്യമേ. അപ്പം കുക്കറിലാണ് വിസിലടിച്ചോളും അന്ന് വെന്തോളും എന്ന് കരുതി വഴറ്റാതിരിക്കുക. നല്ലപോലെ വഴറ്റി അലിയിപ്പിച്ചെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. മസാലപ്പൊടി ഒരു 4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി നോർമൽ ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണേ. അതെല്ലാം കൂടെ ഞാനൊന്ന് പാനിലിട്ട് ചൂടാക്കിയാണ് കൊടുക്കുന്നത്. കാരണം ആ പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുവേ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. അത് ചുമ്മാ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും നല്ലപോലെ ചൂടാക്കി റോസ്റ്റ് ചെയ്ത് വേണം ചേർക്കാനേ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ വെച്ച് ഒരു 8 വിസിൽ അടുപ്പിക്കുമ്പോഴത്തേക്കും ഇറച്ചി വേകുവേ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണമേ. പിന്നെ നമ്മൾ വേവിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് വെന്ത് അലുത്ത് പോകാനൊന്നും പാടില്ല. സാധാ രീതിക്ക് വെന്താൽ മതി. എനിക്കൊരു 8 വിസിലാണ് എൻ്റെ കണക്ക്. പിന്നെ ഓരോ ബീഫിൻ്റെ ഇതനുസരിച്ചിരിക്കും. ചിലതിന് വേവ് കൂടുതലും ചിലത് വേവ് കുറവാണല്ലോ. അപ്പോൾ ഇത് ഒരു 8 വിസിലടിച്ചപ്പോഴത്തേക്കും എന്തായാലും ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് കറി ഞാനൊരു കടായിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് അതിലേക്ക് ഇച്ചിരി വറ്റൽമുളകും എല്ലാം കൂടെ വറുത്തിട്ടിട്ടാണ് എണ്ണ ചേർക്കുന്നത്. എണ്ണ ചേർത്തില്ലേലും കുഴപ്പമില്ല. കാരണം ആവശ്യത്തിന് എണ്ണയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഉള്ളിയും സവോളയൊക്കെ വഴറ്റിയാണ്. പിന്നെ ബീഫിൻ്റെ അകത്ത് നെയ്യുമൊക്കെ ഉണ്ട്. അപ്പോൾ എണ്ണയുടെ ആവശ്യമില്ല. എന്നാലും ഞാനൊരു ഭംഗി കിട്ടാനും ഒരു ടേസ്റ്റ്. ഇപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഒരു ഭംഗിയാണല്ലോ കറി കാണുമ്പോൾ. അതിന് വേണ്ടി ചേർക്കുന്നു എന്നാണ്. പിന്നെ ഈ കറി നമ്മുടെ പലഹാരത്തിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ചോറിനാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അതുപോലെ തന്നെ ഇത് റോസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. ഇതിലേക്ക് ഇനി റോസ്റ്റ് ചെയ്യാൻ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു പാനിലേക്ക് ഈ ബീഫ് അങ്ങോട്ട് ഇതിൻ്റെ ഗ്രേവി പറ്റിച്ചെടുത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുമ്പോൾ അത് നല്ല റോസ്റ്റായി കിട്ടും. പിന്നെ ലാസ്റ്റ് ശകലം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇത് റോസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. റോസ്റ്റ് ചെയ്യാനും പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സവോളയൊന്നും ഏറെ സവോളയൊക്കെ എടുത്തിരിക്കുന്നുണ്ട് സവോളയോ തേങ്ങാക്കൊത്തോ ഒന്നും ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.